സോ അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി എങ്ങനെ നമ്മുടെ വൈബ്രേഷന് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇത് ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഒരു ലാസ്റ്റ് ടോപ്പിക്കായിട്ടാണ് ഈ ട്രാൻസ്മിസിബിലിറ്റി വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇനി നമുക്ക് മെഷീൻ്റെ കേസിൽ മെഷീൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ മെഷീൻസിലും ഇപ്പോൾ ബാലൻസിങ്ങിൽ നമ്മൾ പഠിച്ചിരുന്നു. റൊട്ടേറ്റിംഗ് മാസ്, റെസിപ്രോക്കേറ്റിംഗ് മാസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് അതുകൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഫൈനൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ വരുന്നത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഡിറൈവ് ചെയ്ത് പോവുകയാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഡാമ്പിങ് കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ്, ഫൈനൽ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ്റെ കേസിൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്, കണ്ടീഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങളൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കും. പിന്നെ നമുക്ക് സിക്സ്ത് മൊഡ്യൂളിലെ കുറച്ച് തിയറി പാർട്ടുകളിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഞാനിത് ഒരു 10 മിനിറ്റ് കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ നമുക്ക് മെഷീൻസിൽ നമുക്കിതറിയാം, വൈബ്രേറ്റിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. എല്ലാ തരം റൊട്ടേറ്റിംഗ് മെഷീനറി, അതായത് ഓൾ ടൈപ്സ് ഓഫ് റൊട്ടേറ്റിംഗ് മെഷീനറി സച്ച് എസ് ഇലക്ട്രിക് മോട്ടർ, ടർബൈൻ, പമ്പ് ഓൾവേസ് കൺസിസ്റ്റ് ഓഫ് സം amount of unbalanced left in them, even though they are carefully balanced or balancing machines. The net unbalance in such machines may be represented by a mass m rotating with a center of mass at a distance e from the axis. അപ്പോൾ ഏത് റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു മെഷീൻ ആയാലും അതിലൊരു ചെറിയൊരു അൺബാലൻസ് ആയിട്ടുള്ള മാസ് ഉണ്ടാവും. അതൊരു ഡിസ്റ്റൻസ്, എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരിക്കും അത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ആ ഒരു സെൻറ്റർ ഓഫ് മാസിൻ്റെ, ഈ ഒരു ടോട്ടൽ മാസിൻ്റെ ആ ഒരു മെഷീൻ, ഒരു ടർബൈൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ പമ്പ് ആണെങ്കിൽ, ഇതുപോലുള്ള റൊട്ടേറ്റിംഗ് പാർട്ടുള്ള മെഷീൻസിൽ ഒരു സ്മോൾ പോർഷൻ എന്തായാലും ഒരു അൺബാലൻസ്ഡ് ആയിട്ടുണ്ടാവും. ആ ഒരു പാർട്ട് എന്ന് പറയുന്ന ഒരു എക്സെൻട്രിസിറ്റി ഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലായിരിക്കും അതുണ്ടാവുന്നത്. അപ്പോൾ സെൻട്രോയിഡ് ഓഫ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിനേക്കാൾ ഒരു എക്സെൻട്രിസിറ്റി ഇയിൽ ഇപ്പോഴും ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ റൊട്ടേറ്റിംഗ് മെഷീനറി ആയതുകൊണ്ട് റൊട്ടേറ്റിംഗ് ആയിട്ട് വരുമ്പോൾ ഈ ഒരു എക്സെൻട്രിസിറ്റിയിൽ വരുമ്പോൾ ആ മാസ് ഇൻറ്റു എം ആർ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ടേം അവിടെ വരും. അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ വരും. ആ ഫോഴ്സിൽ അപ്പോൾ എം ആർ ഒമേഗ സ്ക്വയറിന് പകരം ഇവിടെ ആർ എന്ന് പറയുന്നത് എക്സെൻട്രിക് ഡിസ്റ്റൻസ് ആണ്. നമ്മളുടെ സെൻറ്റർ ഓഫ് മാസും ഈ ഒരു സെൻറ്റർ ഓഫ് മാസ് തൊട്ടിട്ട് അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ, നെറ്റ് ഫോഴ്സിൻ്റെ പോയിന്റ് ഓഫ് ആക്ഷൻ എവിടെയാണോ ആ ഡിസ്റ്റൻസ് വരെയുള്ള ഇതാണ് എക്സെൻട്രിക് ഡിസ്റ്റൻസ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും ത്രൂ ഔട്ട് ഈ ഒരു മെഷീനിൽ അൺബാലൻസ്ഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ സൈൻ കമ്പോണൻറ്റ്, കോസ് കമ്പോണൻ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ആയിട്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് നമുക്ക് എപ്പോഴും ഈ ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഈക്വലൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു സൈൻ കമ്പോണൻ്റ് ഓഫ് എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും അൺബാലൻസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ അൺബാലൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡാമ്പ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിലൊക്കെ നമ്മൾ ഇക്വേഷൻസിൽ പറയുന്ന ഡാമ്പർ ഉപയോഗിച്ചിട്ടുള്ള ഈ ഇക്വേഷൻസിൽ നമ്മൾ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമ്മൾ ഡാമ്പർ ഉപയോഗിച്ചിട്ടുള്ള ഫോഴ്സ്ഡ് വൈബ്രേഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള. ആ ഫോഴ്സിന് പകരം നമുക്കിവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ളൂ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ടുള്ള ഈ എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഇതിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ, സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ഡിറൈവ് ചെയ്ത ആ ഒരു ഇക്വേഷൻ പോലെ എക്സ് ഈസ് ഈക്വൽ ടു എം ഇ ഒമേഗ സ്ക്വയർ, അതായത് എഫിൻ്റെ സ്ഥാനത്ത് എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു ടേം വരുന്നു. എഫ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സ്ഥലത്ത് എഫിന് പകരം എം ഇ ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ടേം വരുന്നു, സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം ആണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു എം ഇ ഒമേഗ സ്ക്വയർ ഒരു സ്റ്റിഫ്നെസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ത്രൂ ഔട്ട് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്ത് മാസും എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ട് എം ഇ ഒമേഗ സ്ക്വയർ ബൈ എസ് ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് ഒമേഗ ബൈ ഒമേഗ എൻ ഓൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതിൽ തന്നെ എം ഇ ഒമേഗ സ്ക്വയർ ബൈ എസിനെ നമുക്ക് എം ഇ ഒമേഗ സ്ക്വയർ ബൈ എം ഡിവൈഡ് ബൈ എസ് ബൈ എം, ഈ എം എന്ന് പറയുന്നത് ഈ എം ഇ ഒമേഗ സ്ക്വയറിലെ ഇനീഷ്യലി നമ്മൾ കണ്ടു ഈ എം എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു മാസിന്റെ ഈ ടോട്ടൽ മാസ് ഓഫ് ദി മെഷീനറി എന്ന് പറയുന്നത് എം ആണ്. അതിലെ സ്മോൾ പോർഷൻ ആണ് അൺബാലൻസ്ഡ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന എം ഇ ഒമേഗ സ്ക്വയർ. അപ്പോൾ ആ ഒരു ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഈ ഒരു ടേമിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എം ഇ ബൈ എം ഒമേഗ ബൈ ഒമേഗ എൻ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനിലേക്ക് എഴുതാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ എം ഇ ബൈ എം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷനലെസ് ആയിട്ടുള്ളൊരു ഫാക്ടർ നമുക്ക് കിട്ടും. അതായത് ഒമേഗ ബൈ ഒമേഗ എൻ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ അപ്ലൈഡ് ഫോഴ്സ്, ആ ഒരു മെഷീനറി ഫോഴ്സിന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ഒമേഗ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. ഈ ഒരു റേഷ്യോന്റെ സ്ക്വയേഴ്സിന്റെ ഒക്കെ ഒരു ടേംസ് ആയിട്ടുള്ള ഡയമെൻഷൻ ഒരു എന്താ പറയുക യൂണിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ദി ഇക്വേഷൻ പ്രൊവൈഡ്സ് ദി സ്റ്റഡി സ്റ്റേറ്റ് ആംപ്ലിറ്റ്യൂഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ഡാമ്പിംഗ് ഫാക്ടർ ആൻഡ് ഫ്രീക്വൻസി റേഷ്യോ. അപ്പോൾ ഡാമ്പിംഗ് ഫാക്ടറിന്റെയും ഫ്രീക്വൻസി റേഷ്യോയുടെയും ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ്റെ കേസൊക്കെ നമുക്ക് ഈസിലി ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഷോസ് ദാറ്റ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എ ബൈ എം ഇ ബൈ എം എന്ന് പറയുന്ന ഒരു ആംപ്ലിറ്റ്യൂഡ് ബൈ മാസ് ഓഫ് ദി മാസ് ഓഫ് ദി റൊട്ടേറ്റിംഗ് പാർട്ട് അൺബാലൻസ്ഡ് മാസ് ഓഫ് റൊട്ടേറ്റിംഗ് പാർട്ട് ഇൻറ്റു എക്സെൻട്രിസിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ വൈ ആക്സിസിലും നമുക്ക് ഒമേഗ ബൈ ഒമേഗ എൻ എന്ന് പറയുന്ന ഫ്രീക്വൻസിയുടെ റേഷ്യോ എക്സ് ആക്സിസിലും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഡാമ്പിംഗ് ഫാക്ടർ ഇല്ലാതെയും ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ബിഹേവിയർ കിട്ടും. അപ്പോൾ അതിൽ നിന്നുള്ള ഇൻഫറൻസ് എന്ന് പറയുന്നത് അറ്റ് ഹയർ വാല്യൂസ് ഓഫ് ഒമേഗ ബൈ ഒമേഗ ദി ആംപ്ലിറ്റ്യൂഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ മാസ് ഓഫ് ദി എക്സെൻട്രിസിറ്റി ഓഫ് ദി അൺബാലൻസ് ഫോഴ്സ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസി റേഷ്യോ കൂടുതലാണെങ്കിൽ, അതായത് ഒമേഗ ബൈ ഒമേഗ എൻ, നമ്മളുടെ ഒമേഗ എൻ എന്ന് പറയുന്നത് വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്, അതിനേക്കാൾ വളരെ കൂടുതലാണ് നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറയുന്ന ഒമേഗ എന്ന് പറയുന്നത് സൈൻ ഒമേഗ ടിയിൽ ഒമേഗ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഫോഴ്സ് വളരെ കൂടുതലാണെങ്കിൽ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് ഫ്രാക്ഷൻ നമുക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൽ നിന്നുള്ള ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇത് ഈ സെയിം കേസ് തന്നെ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ആണ് ഉള്ളതെങ്കിൽ അതിൻ്റെ കേസിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ബാലൻസിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ബൈ എൽ ആർ എന്ന് പറയുന്ന ആ ഒരു പ്രൈമറി സെക്കൻഡറി ഫോഴ്സിന്റെ ആ ഒരു ഇക്വേഷനാണ് റെസിപ്രോക്കേറ്റിംഗ് മാസ് മൂലം ഉണ്ടാവുന്ന നമ്മളുടെ മെഷീനറിയിൽ ഉണ്ടാവുന്ന അൺബാലൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് മൂലം ഉണ്ടാവുന്ന വൈബ്രേഷൻ, ആ വൈബ്രേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ സെക്കൻഡറി ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ബൈ ആർ റേഷ്യോ കൂടുതലാണെങ്കിൽ സെക്കൻഡറി ഫോഴ്സ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമ്മളുടെ റൊട്ടേറ്റിംഗ് പാർട്ടിന് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇതുപോലത്തെ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റെസിപ്രോക്കേറ്റിങ്ങോ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സോ ഉണ്ടാവുമ്പോൾ അതുമൂലം വൈബ്രേഷൻ ആ ഒരു ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫോഴ്സിന് എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സെക്ഷനിൽ പറഞ്ഞത്. ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനായിട്ട് വരുന്ന ഇത് കേസിൽ നമുക്ക് നമ്മളുടെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ മാസ്സാണ് നമ്മളുടെ വൈബ്രേറ്റ് ചെയ്യുന്നത്, ആ മാസിലാണ് നമ്മളുടെ എക്സൈറ്റിംഗ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളുടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആയാലും
ആ ഒരു ടർബൈനൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അൺബാലൻസ്ഡ് ഫോഴ്സ് ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്താലും ആ ഒരു മാസിലാണ്, ടോട്ടൽ മാസിലാണ് ആ ഫോഴ്സ് ഉണ്ടാവുന്നത്. പക്ഷേ എർത്ത് കേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെഹിക്കിൾസ്, നമ്മളുടെ ടു വീലേഴ്സ് അതുപോലുള്ള വെഹിക്കിൾസിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷനും ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഒരു എക്സൈറ്റിംഗ് ഫോഴ്സ് ഫൗണ്ടേഷനിലും വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ വൈബ്രേഷൻ്റെ ഇത് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമ്മളുടെ നേരത്തെ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കേസിൽ നമുക്ക് ഈ ഒരു മാസിൻ്റെ ഇത് മാത്രമേ ആംപ്ലിറ്റ്യൂഡ് മൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. വൈബ്രേറ്ററി മൂവ്മെന്റ് ഈ മാസിന്റെ കേസിൽ മാത്രം ഉണ്ടാവുന്നു. പക്ഷേ നമ്മൾ അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്ന ആ റെഫറൻസിന് മൂവ്മെന്റ് ഇല്ല. അവിടെ റെഫറൻസ് ഒരു ഫിക്സഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു കേസിൽ നമ്മൾ ഇനി ചില കേസുകളിൽ എർത്ത് ക്വേക്കിന്റെ കേസിലൊക്കെ നമുക്ക് ഭൂമിക്ക് അടിയിൽ നിന്നുള്ള ഒരു എക്സൈറ്റേഷണൽ ഫോഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ ബേസ് അപ്പുറ ഇതിലേക്ക് സസ്പെൻഷൻ മൂവ് ചെയ്യുന്ന ആ ഒരു കേസ് ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഓട്ടോമൊബൈൽസിലൊക്കെ, കാറ്, ടു വീലേഴ്സ് ഇതുപോലുള്ള കേസിലൊക്കെ. അപ്പൊ അങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഇതിന്റെ തമ്മിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ഒരു അപ്പോൾ ഇത് ബേസും മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു വൈ ഡിസ്റ്റൻസ് എക്സ് നമ്മളുടെ മാസ് മൂവ് ചെയ്യുമ്പോൾ വൈ ഡിസ്റ്റൻസ് ഇത് ബേസും മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റും റിലേറ്റീവ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയും റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്സലറേഷനുമാണ് നമ്മൾ ഫൈനൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസ് മൂവ് ചെയ്യുന്നത് വൈ സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ ബേസിന്റെ എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി ഇൻറ്റു എക്സ് ഡോട്ട് മൈനസ്, അതായത് റിലേറ്റീവ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് എക്സ് ഡോട്ട് മൈനസ് വൈ ഡോട്ട്, അതായത് ഡി എക്സ് ബൈ ഡി ടി മൈനസ് ഡി വൈ ബൈ ഡി ടി, ആ ഒരു ടേം വരും. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ കേസിലാണെങ്കിൽ എക്സ് മൈനസ് വൈ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് വരും. ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് ഈക്വൽ ടു സി വൈ ഡോട്ട് പ്ലസ് എസ് വൈ. സി എന്ന് പറയുന്നത് നമ്മൾ ഡാമ്പിങ് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്, എസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ ഈ ഒരു ടേംസിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ പിന്നെ അതിൻ്റെ നമ്മൾ വെലോസിറ്റി ഓഫ് ദി ബേസ്, ഫൗണ്ടേഷന്റെ വെലോസിറ്റി നമ്മളുടെ ഡിറൈവ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷനിൽ ഫൈനൽ എങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ പ്രീവിയസ് ഇക്വേഷന് സെയിം ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആകെയുള്ള ഒരു ഡിഫറൻസ് വരുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വൈൻ്റെ ടേംസ് ആണ്. അതായത് ഫൗണ്ടേഷന്റെ വെലോസിറ്റിയും ഫൗണ്ടേഷന്റെ ഡിസ്പ്ലേസ്മെന്റും വൈയും വൈ ഡോട്ടും ആയിട്ട് വരുന്നു. അപ്പോൾ വൈ എന്ന് പറയുന്നത് വൈ സൈൻ ഒമേഗ ടി ആണ്. വൈ ഡോട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്, ഡി വൈ ബൈ ഡി ടി. അപ്പോൾ ഇതിനെ ഒരു പ്രാവശ്യം ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് വൈ ഇൻറ്റു കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷനാണ് വരുന്നത്. വൈ ഇൻറ്റു ഒമേഗ കോസ് ഒമേഗ ടി എന്നാണ് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് വൈ കോമൺ ആയിട്ട് പുറത്തെടുത്തു, സി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് എസ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ സി ഒമേഗ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സി ഒമേഗ എന്ന് പറയുന്ന ടേം, അതായത് ഡാമ്പിങ് കോയിഫിഷ്യന്റ് ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് നമ്മളുടെ അപ്ലൈഡ് എക്സൈറ്റഡ് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയാണ് ഒമേഗ എന്ന് പറയുന്നത്. സി ഒമേഗ ഈക്വൽ ടു കെ സൈൻ ആൽഫ എന്ന് പറയുന്ന ഒരു പുതിയൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എസ് ഈസ് ഈക്വൽ ടു ഈ രണ്ടാമത്തെ ടേം ആയിട്ടുള്ള എസ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ സൈൻ ആൽഫ എന്ന് പറയുന്ന ആ ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കെ ഈസ് ഈക്വൽ ടു സി ഒമേഗ സ്ക്വയർ പ്ലസ് എസ് ഒമേഗ സ്ക്വയർ. അതായത് ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എസ് ഈസ് ഈക്വൽ ടു കെ കോസ് ആൽഫയാണ്, സൈൻ ആൽഫ അല്ല, കോസ് ആൽഫയാണ്. അപ്പോൾ
k is equal to square root of k square is equal to c omega square plus s square എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ k is equal to square root of c omega square plus s square. അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് c omega by s എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ. അപ്പോൾ സി ഒമേഗ ബൈ എസ് എന്ന് പറയുന്നത്, അതായത് സി എന്ന് പറയുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യന്റ്, ഒമേഗ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി, എസ് എന്ന് പറയുന്നത് സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ്. ഈ റേഷ്യോ സി ഒമേഗ ബൈ എസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡാമ്പിംഗ് ഫാക്ടർ സിഗ്മ ഇൻറ്റു ഒമേഗ ബൈ ഒമേഗ എൻ ആണ്. അപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മളുടെ ഇക്വേഷൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് ഈക്വൽ ടു വൈ ഇൻറ്റു സി ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് എസ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ സി ഒമേഗക്ക് പകരം കെ സൈൻ ആൽഫയും എസിന് പകരം കെ എസിന് പകരം കോസ് ആൽഫയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കിട്ടുന്ന വൈ കെ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കോസ് ആൽഫയാണ്. ഓക്കെ, സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സൈൻ എ പ്ലസ് ബി എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ വൈ കെ സൈൻ എ പ്ലസ് ബി, അതായത് ഒമേഗ ടി പ്ലസ് ആൽഫ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ്റെ ആ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നത്. അപ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് സി എക്സ് ഡോട്ട് പ്ലസ് എസ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വൈ കെ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ എന്ന് പറയുന്ന സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനിലേക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ മൈനസ് 5 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് വൈ കെ ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എം എസ് മൈനസ് എം ഒമേഗ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് സി ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ്. പക്ഷേ നമ്മളുടെ സൈൻ ടേംസിൽ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഇതിൽ ആ 5 ആംഗിൾ എന്ന് പറയുന്നത് ഒരു ലാഗ് വന്നിട്ടുണ്ട്. അതായത് the motion of the mass leads to a support motion through an angle alpha minus 5 or lags by an angle 5 minus alpha. അപ്പോൾ ഒരു ആംഗുലർ ലാഗ് അവിടെ വന്നിട്ടുണ്ട്. കാരണം ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ് നമുക്ക് സാധാരണ നോർമൽ സൊല്യൂഷനിൽ വന്നിട്ടുള്ളത്. ആ 5 എന്ന് പറയുന്നത് ഈ ഒരു ഒമേഗ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്, അതായത് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ്റെ ഒരു ഡിഫറൻസ് ആണ് 5 എന്ന് പറഞ്ഞ് വരാറുള്ളത്. അപ്പോൾ അതും നമുക്ക് പുതിയൊരു ഇക്വേഷനിൽ നമുക്ക് കിട്ടിയത് ആൽഫ എന്ന് പറയുന്ന ആ ഒരു ആംഗിളിൻ്റെ ഇൻട്രൊഡക്ഷൻ കൂടി വന്നു. അപ്പോൾ 5 മൈനസ് ആൽഫ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ലാഗ് അപ്ലൈഡ് ഫോഴ്സും നമ്മുടെ വൈബ്രേഷൻ ചെയ്യുന്ന ആ ഒരു മോഷൻ്റെ ഇക്വേഷൻ തമ്മിലുള്ള ആ ഫേസ് ലാഗ് എന്ന് പറയുന്നത് ഒരു ആൽഫയുടെ ഒരു ആംഗിളിൽ കൂടി ഒരു ലാഗ് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ബേസ് ഫൗണ്ടേഷൻ കൂടി എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറൊരു ചെറിയൊരു ആൽഫ ടേം കൂടിയുള്ള ആംഗിളിൽ ഒരു ലാഗ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളുടെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എ ബൈ വൈ എന്ന് പറയുന്നത് ഒരു പുതിയൊരു ഇക്വേഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് കെയുടെ ഇക്വേഷൻ നമുക്കറിയാം, കെ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എസ് പ്ലസ് സി ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എ ബൈ വൈ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനൽസ് ഫോം ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് ഓഫ് നമ്മളുടെ ഡാമ്പിംഗ് ഫാക്ടർ ഒമേഗ റേഷ്യോ ഓഫ് ആംഗുലർ ഫ്രീക്വൻസിയുടെ ടേംസിലേക്ക് നമുക്ക് എ ബൈ വൈ, എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ വൈ എന്ന് പറയുന്നത് നമ്മളുടെ ബേസിൻ്റെ ഫൗണ്ടേഷൻ്റെ എക്സൈറ്റേഷനാണ് വൈ എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് വൈ എന്ന് പറയുന്നത്. വൈ ഈസ് ഈക്വൽ ടു വൈ സൈൻ ഒമേഗ ടിയുടെ മാക്സിമം വാല്യൂ ഓഫ് എക്സൈറ്റേഷൻ ആണ് നമ്മുടെ ഫൗണ്ടേഷൻ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മാക്സിമം വാല്യൂ. ആ ഒരു റേഷ്യോ ആംപ്ലിറ്റ്യൂഡ് ഡിവൈഡ് ബൈ ഫൗണ്ടേഷൻ്റെ മാക്സിമം വാല്യൂ ഈക്വൽ ടു ഇതിൻ്റെ ഒരു ഡയമെൻഷനസ് ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ആംഗിൾ ഫൈ ഈക്വൽ ടു 5 ഗിവൺ ബൈ ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതാണ് ഫ്രം ദി ഇക്വേഷൻ ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ദാറ്റ് in case the exciting frequency omega is very small as compared to the omega and omega is negligible, the ratio a by y approaches 1 or the complete system vibrates as a
റിജിഡ് ബോഡി. അപ്പോൾ ഈ ഒരു കേസിൽ എക്സൈറ്റിംഗ് ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ, ഈ എക്സൈറ്റ് ചെയ്യുന്ന ഈ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് വളരെ കുറവാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ A/Y എന്ന് പറയുന്ന റേഷ്യോ 1 ആയിട്ടായിരിക്കും വരുന്നത്, നിയർലി 1ലേക്ക് അടുക്കും. ആ ഒരു കേസിൽ സിസ്റ്റം ഒരു കംപ്ലീറ്റ് ഒരു ഒറ്റ സിസ്റ്റം ആയിട്ടായിരിക്കും, ഒരു അത് റിജിഡ് ബോഡി ആയിട്ടായിരിക്കും, റിജിഡ് ആയിട്ടുള്ള ഒറ്റ ബോഡി പോലെയാണ് ഇത് വൈബ്രേറ്റ് ചെയ്യുക. നമ്മുടെ ഈ കേസ് നമ്മൾ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, ഇത് ബാക്കിയുള്ള കേസുകളിൽ നിന്നുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടേഷനും വൈബ്രേറ്റ്, അതായത് നമ്മുടെ ബേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏത് മെഷീനിൽ നിന്നാണോ നമ്മളുടെ ഡാമ്പിങ് ആയിട്ടുള്ള ഈ ഒരു ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്ത് ബേസിലേക്ക് പോകേണ്ടത്, ആ ബേസും എക്സൈറ്റഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ആണ്, ഇക്വേഷൻസിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒരു കേസ് ഇത്ര അതിൽ നിന്ന് അധികം പ്രോബ്ലംസ് ഒന്നും ചോദിക്കില്ല, അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക. ഫോഴ്സ് ഡ്യൂ ടു സപ്പോർട്ട് മോഷൻ എങ്ങനെയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 10:40 ഈ ക്ലാസ് തുടങ്ങി, 10:40 to 11:25 വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള 6th മൊഡ്യൂൾസിലെ ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ PDF ഞാൻ ഷെയർ ചെയ്ത് തരാം നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ. കുറച്ചുകൂടി നമ്മൾ വേർലിംഗ് ഓഫ് ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിഫ്ലക്ഷൻ, ടോർഷണൽ വൈബ്രേഷൻ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ കുറച്ച് തിയററ്റിക്കൽ പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ 3 തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ട്. 3 തരത്തിലുള്ള വൈബ്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ മെയിനായിട്ട് വരുന്നത്, പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനായിട്ട് വരുന്ന ഈ വൈബ്രേഷൻ ട്രാൻസ്മിസിബിലിറ്റിയാണ്. ആ ട്രാൻസ്മിസിബിലിറ്റി ഫാക്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു. വൈബ്രേഷൻ്റെ എല്ലാ കേസിലും അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ടോർഷനിലായാലും ലോഞ്ചിറ്റ്യൂഡിനായാലും ട്രാൻസ്വേഴ്സ് ആയാലും അതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രീക്വൻസിയിൽ അത് വെച്ചിട്ട് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണ്, ഇതുപോലുള്ള പാരാമീറ്റേഴ്സ്, അതിൻ്റെ പ്രോബ്ലംസ് കൂടുതൽ ചെയ്തു നോക്കുക. നമുക്ക് ടൈം കിട്ടുവാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞ ടൈം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സാമൊക്കെ കുറച്ച് ദൂരെയാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടൈം പ്രോബ്ലം സോൾവ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യാം, അല്ലാതെയും നിങ്ങൾ സ്വന്തമായിട്ട് എഫേർട്ട് ചെയ്ത് നോക്കുക പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ 2 പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നു. ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, പ്രോബ്ലത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ, എന്താണ് നമ്മൾ ഈ ഇക്വേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇക്വേഷൻസിലെ ടേംസ്, സ്റ്റിഫ്നെസ്, SC, ഡാമ്പിങ് കോഎഫിഷ്യൻറ്റ്, ഡാമ്പിങ് ഫാക്ടർ, ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ തിയററ്റിക്കൽ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്തിനാണ് നമുക്ക് വൈബ്രേഷൻ കൺട്രോൾ, ഇത് 6th മൊഡ്യൂളിലെ ടോപ്പിക്കാണ്. വൈബ്രേഷൻ കൺട്രോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം എന്നുള്ള ഒരു ടോപ്പിക്ക്. നീഡ് ഫോർ വൈബ്രേഷൻ കൺട്രോൾ, ദി അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് വൈബ്രേഷൻ കൊണ്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫാറ്റിക് ഫെയിലിയർ വിച്ച് എഫക്ട്സ്, ഫാറ്റിക് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രക്ചർ ലൈക്ക് എയർക്രാഫ്റ്റ് ഫ്യൂസിലേജിലൊക്കെ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചേഴ്സിൽ ഫാറ്റിക് ഫെയിലിയർ, വൈബ്രേഷൻ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വൈബ്രേഷൻ കൊണ്ടിട്ട് ഒരു ഫാറ്റിക്, അതായത് സൈക്ലിക് ആയിട്ടുള്ള ഒരു ഒരു ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഫെയിൽ ചെയ്യുന്ന അതിൻ്റെ സ്ട്രെങ്ത് എത്രയാണോ അതിനേക്കാൾ വളരെ കുറഞ്ഞ ഒരു ഫോഴ്സിൽ തന്നെ അത് സൈക്ലിക് ആയിട്ടുള്ള ഈ ഫോഴ്സ് കൊണ്ട് ഫാറ്റിക് മൂലം ആ ഒരു മെഷീൻ എന്ത് ചെയ്യാൻ സാധിക്കും, ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫാറ്റിക് ഫെയിലിയർ ഒക്കർ ചെയ്യാനുള്ള ഒരു സാധ്യത ഈ വൈബ്രേഷൻ മൂലം ഉണ്ട്. ക്രാങ്ക് ഷാഫ്റ്റ്, ഇതൊക്കെ സൈക്ലിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ലോഡാണ്. അപ്പോൾ ഇത് കുറേ നേരം ഒരേ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ഇങ്ങനെ സൈക്ലിക് ആയിട്ട് അതിൽ ആക്ട് ചെയ്യുമ്പോൾ, ഒരു മെമ്പറിൽ ആക്ട് ചെയ്യുമ്പോൾ, ഒരു ക്രാങ്ക് ഷാഫ്റ്റിലോ ഒക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഒരു വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന ആ ഒരു കേസിൽ ഫാറ്റിക് ഫെയിലിയർ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വൈബ്രേഷൻ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻറ്റ് നീഡായിട്ട് വരുന്നുണ്ട്. പിന്നെ സിവിയർ ഡാമേജ് ഡ്യൂ ടു റെസൊണൻസ്, പിന്നെ റെസൊണൻസ് മൂലം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന നമ്മളുടെ എക്സൈറ്റിംഗ് ഫോഴ്സ് ആയിട്ടുള്ള ആ ഫോഴ്സിൻ്റെ
ആംഗുലർ ഫ്രീക്വൻസിയും നമുക്ക് വൈബ്രേഷൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയും ഒരേ വാല്യൂ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരേ ഈക്വൽ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹൈ റെസൊണൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും, ഹൈ ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് അവിടെ വരികയും ചെയ്യും. അപ്പോൾ അതുമൂലം എന്തുണ്ടാവും, ഇപ്പോൾ പട്ടാളക്കാർ ബ്രിഡ്ജിൽ മാർച്ച് ചെയ്യുമ്പോൾ റെസൊണൻസിലാണ് അത് വരുന്നതെങ്കിൽ ആ ബ്രിഡ്ജിൻ്റെ കൊളാപ്സിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഡാമേജ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ, ഓഫ് ഷോർ സ്ട്രക്ചർ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ ഡാമേജ് ഉണ്ടാവാം, അത് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് റെസൊണൻസ് ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ മാൽ ഫങ്ഷനിങ് ഓഫ് സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് സിസ്റ്റംസ് ഇൻ പേലോഡ്സ് ഫ്രം വൈബ്രേഷൻ ഓഫ് ലോഞ്ചിങ് റോക്കറ്റ്, ഹൈ പ്രിസിഷൻ മെഷീനിങ്, മൈക്രോ മെഷീൻസ് ആൻഡ് മൈക്രോ അസംബ്ലി. അപ്പോൾ നമ്മളുടെ ഒരു ഇൻസ്ട്രുമെന്റ് കറക്റ്റ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൃത്യമായിട്ട്, ഇപ്പോൾ റോക്കറ്റ്സിന്റെ കേസിലാണെങ്കിൽ കൃത്യം ഇന്ന ആംഗിളിൽ ഇന്ന സ്പീഡിൽ ഇത്ര ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുള്ളൂ. നമ്മളുടെ എർത്തിൻ്റെ ആ ഒരു ഭൂമിയുടെ ബാരിയറൊക്കെ കഴിഞ്ഞ് പോകണമെങ്കിലൊക്കെ തന്നെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആ കേസിലൊക്കെ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുവാണെങ്കിൽ എന്തായിരിക്കും, അതിൻ്റെ നമ്മൾ കൊടുത്ത പാരാമീറ്റേഴ്സിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ ഫങ്ഷനിങ്ങിനെ അത് ബാധിക്കുകയും അത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മെഷീനിങ് കേസിലൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡയമെൻഷൻ കിട്ടാൻ വേണ്ടി നമ്മളെല്ലാ കാൽക്കുലേഷൻസും എല്ലാം ചെയ്തു വെച്ചേക്കുന്നു. പക്ഷേ വൈബ്രേഷൻ മൂലം അതിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ മാറിപ്പോയി. വളരെ സ്മൂത്ത് ആയിട്ട് കിട്ടേണ്ട സർഫസ് വൈബ്രേഷൻ മൂലം റഫായിട്ട് സർഫസ് കിട്ടുന്നു. അതുപോലുള്ള ഒരുപാട് മാൽ ഫങ്ഷനിങ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലോസ് ഓഫ് അക്യുറസി ഓഫ് വർക്ക് പീസ് ഡ്യൂ ടു വൈബ്രേഷൻ ഓഫ് മെഷീൻ ടൂൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് വൈബ്രേഷനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നീഡ് ഫോർ വൈബ്രേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. വൈബ്രേഷൻ പ്രോബ്ലംസ് ആർ ഓഫൺ എൻകൗണ്ടർഡ് ബോത്ത് ഇൻ എവറിഡേ ലൈഫ്. എക്സാമ്പിൾ, ഹെവി നോയ്സ് ഓഫ് ആൻ അൺബാലൻസ്ഡ് വാഷിംഗ് മെഷീൻ ആസ് വെൽ ആസ് എ ടെക്നിക്കൽ പ്രോജക്ട്സ്. Image of a microscope being blurred by vibration due to people walk by. Aim of vibration control is to reduce unwanted vibration. അപ്പോൾ ഒരുപാട് കേസുകൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് കാണാവുന്ന കേസ് ഉണ്ട്. വൈബ്രേഷൻ മൂലം നിങ്ങളൊരു ക്യാമറയിൽ നിങ്ങൾ പിക്ചർ എടുക്കുന്നു, അപ്പോൾ അവിടെ ഒരു വൈബ്രേറ്ററി മോഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്ലറായി പോകുന്ന ആ ഒരു കേസൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈപോഡൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തൊക്കെ നമ്മൾ ആ ഒരു പിക്ചർ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ വൈബ്രേഷൻ എല്ലായിടത്തും നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് പറ്റിയ മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. വൈബ്രേഷനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്, പാസീവ് മെത്തേഡ്, ആക്റ്റീവ് മെത്തേഡ്. ആ പാസീവ് മെത്തേഡ് തന്നെ പലതര സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒന്ന് ട്യൂൺഡ് ഡാമ്പേഴ്സ്, വൈബ്രേഷൻ ഐസൊലേഷൻ, ഡാമ്പിംഗ് മെറ്റീരിയൽ, സ്ട്രക്ചറൽ ഡിസൈൻ. ഇതൊക്കെയാണ് പാസീവ് മെത്തേഡ്സിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആക്റ്റീവ് മെത്തേഡ്സിലാണെങ്കിൽ നമ്മൾ സെൻസേഴ്സ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ആക്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഫീഡ്ബാക്ക് കൺട്രോൾ, ഫീഡ്ബാക്ക് ഫോർവേഡ് കൺട്രോൾ ഇതുപോലുള്ള പല ബ്രാഞ്ചസ് ആയിട്ട് അതിനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ പാസീവ് ആൻഡ് ആക്റ്റീവ് വൈബ്രേഷൻ കൺട്രോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാസീവ് വൈബ്രേഷൻ control can be split up into massive and active methods. Active methods requires an external power source, whereas passive methods do not. അപ്പോൾ ഒരു ആക്റ്റീവ് മെത്തേഡിൽ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിൻ്റെ ആവശ്യമുണ്ട്. പാസീവിലാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി അത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മെഷീൻ, ആ ഒരു ഫൗണ്ടേഷൻ വരെയൊക്കെയുള്ള ആ ഒരു സിസ്റ്റം ഇനീഷ്യലി അത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു പവർ സോഴ്സിൻ്റെ ആവശ്യം അതിൽ വരുന്നില്ല. പക്ഷേ ആക്റ്റീവിലാണെങ്കിൽ നമ്മൾ കുറേ സെൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഒക്കെ എടുത്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന, റെഡ്യൂസ് ചെയ്യുന്ന ഒരു വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ആക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് മെത്തേഡ് വൈബ്രേഷൻ കൺട്രോൾ methods directly deals with the physical properties of mechanical structure. അപ്പോൾ അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ആണ് ഡയറക്റ്റ്ലി അത് ഡീൽ ചെയ്യുന്നത്. ലൈക്ക് ഇറ്റ് സ്റ്റിഫ്നെസ്, മാസ് ആൻഡ് ഡാമ്പിങ്. ഓക്കെ, അപ്പോൾ ഈ പാസീവായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ആ ഒരു മെഷീൻ കമ്പോണൻറ്റിൻ്റെയും മാസിനെയും
അതിൽ ഉപയോഗിക്കുന്ന സ്പ്രിങ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റിഫ്നെസ്സിനെ, അല്ലെങ്കിൽ ഷാഫ്റ്റ് ആണെങ്കിൽ ഷാഫ്റ്റിൻ്റെ സ്റ്റിഫ്നെസ്സിനെ, പിന്നെ അതുപോലെ തന്നെ ഡാമ്പിങ്ങിന് ഉപയോഗിക്കുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാസീവ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ, ആ ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള ഡാമ്പിങ് ഇതൊക്കെ വെച്ചിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് വൈബ്രേഷൻ ഏറ്റവും കുറയുന്ന രീതിയിൽ, ഡാംപ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമ്മളതിനെ ഡിസൈൻ ചെയ്യുന്നു. പാസീവ് വൈബ്രേഷൻ കൺട്രോൾ ഓഫൺ ഈസ് എ മാറ്റർ ഓഫ് ക്ലവർ റീഡിസൈൻ ഓഫ് മെക്കാനിക്കൽ സ്ട്രക്ചർ. അപ്പോൾ മെക്കാനിക്കൽ സ്ട്രക്ചറിനെ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ റീഡിസൈൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പാസീവ് വൈബ്രേഷൻ കൺട്രോൾ. നമുക്കൊരു വൈബ്രേഷൻ ഇനീഷ്യലി തന്നെ നമുക്ക് വൈബ്രേറ്റ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൺട്രോൾ മെഷേഴ്സ് അവിടെ എടുക്കും. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം വൈബ്രേഷൻ നമ്മൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ റീഡിസൈൻ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ഇതുപോലുള്ള ഡാമ്പിങ് ഇതൊക്കെ കൊടുത്ത് അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വൈബ്രേഷൻ കൺട്രോളാണ് പാസീവ് എന്ന് പറയുന്നത്. ഇനി ആക്റ്റീവ് വൈബ്രേഷൻ കൺട്രോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൈബ്രേഷൻ്റെ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് സെൻസറുകളൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ സെൻസറുകൾ, ആക്ച്വേറ്റേഴ്സ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് പോസിബിൾ എററൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അതിനെ കൺട്രോൾ ചെയ്യും. നമ്മൾ അതനുസരിച്ചിട്ടുള്ള കൺട്രോളിങ്, ആ ഒരു വൈബ്രേഷനെ കുറക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കും. അങ്ങനെയാണ് ആക്റ്റീവ് കൺട്രോളും പാസീവ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് കൺട്രോളിൽ തന്നെ വൈബ്രേഷൻ ഐസൊലേഷൻ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു കമ്പോണൻറ്റ് സബ് ബ്രാഞ്ച് ആണ് വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് പറയുന്നത്. വൈബ്രേഷൻ ഐസൊലേഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ഐസൊലേറ്റിംഗ് ആൻ ഒബ്ജെക്ട് സച്ച് ആസ് എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ഫ്രം ദി സോഴ്സ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ സോഴ്സ് ഓഫ് വൈബ്രേഷനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെൻറ്റിനെ തന്നെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാസീവ് വൈബ്രേഷൻ്റെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള വൈബ്രേഷൻ ഐസൊലേഷനിൽ നമ്മൾ ചെയ്യുന്നത്. So passive vibration isolation refers to vibration isolation by passive techniques such as rubber pads or mechanical springs as opposed to the active vibration isolation. അപ്പോൾ ആക്റ്റീവ് വൈബ്രേഷൻ ഐസൊലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പാസീവ് വൈബ്രേഷൻ ഐസൊലേഷനിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റബ്ബർ പാഡ്സ് ഒക്കെ, അപ്പോൾ റബ്ബർ പാഡ്സിനൊക്കെ ഈ ഒരു വൈബ്രേഷൻ അബ്സോർബ് ചെയ്തിട്ട് എനർജി അതിൻ്റെ ആ ഒരു റബ്ബറിൻ്റെ അതിൻ്റെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു റബ്ബർ മോളിക്യൂൾസിൻ്റെ ഒക്കെയുള്ള ഒരു പ്രോപ്പർട്ടീസിലേക്ക് അതിനെ എനർജി അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാസീവ് വൈബ്രേഷൻ ഐസൊലേഷനെ അവർ ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്പ്രിങ്സ് ഉപയോഗിച്ചിട്ട് ആ സ്പ്രിങ്ങിലേക്ക് അതിനെ എനർജിയെ സ്റ്റോർ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതാണ് വൈബ്രേഷൻ ഐസൊലേഷൻ എന്ന് പറയുന്നത്. പിന്നെ വേരിയസ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ വൈബ്രേഷൻ ഐസൊലേഷൻ. അപ്പോൾ പല ടെക്നിക്സ് എന്ന് പറയുന്നത് ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ അറിയാം. നമുക്ക് ഐസൊലേറ്റഡ് സ്പ്രിങ്സ് ഉണ്ട്, ഇനേർഷ്യ ബ്ലോക്ക്, സീസ്മിക് മാസ്, നമ്മളുടെ റബ്ബർ പാഡ്, അതുപോലുള്ള കേസുകളൊക്കെ വെച്ചിട്ട് പല ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വൈബ്രേഷനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൺസിഡർ എ വൈബ്രേറ്റിംഗ് മെഷീൻ ബോൾട്ടഡ് ടു എ റിജിഡ് ഫ്ലോർ. ദി ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ടു ദി ഫ്ലോർ ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് ജനറേറ്റഡ് ഇൻ ദി മെഷീൻ. അപ്പോൾ ഇൻപുട്ട് ഫോഴ്സിനെ തന്നെ നേരെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമുക്ക് ആ വൈബ്രേഷനെ ഒഴിവാക്കാവുന്ന വേറൊരു കേസ്, ആ ഒരു ടൈപ്പ് മെത്തേഡ് ഉണ്ട്. അതിനെയാണ് റിജിഡ് ഫ്ലോറിലേക്ക് നേരിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ടെക്നിക്ക്. അതുപോലെ തന്നെയാണ് ഐസൊലേറ്റഡ് സ്പ്രിങ് ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റഡ് ഫോഴ്സ് ക്യാൻ ബി ഡിക്രീസ് ബൈ ആഡിങ് എ സസ്പെൻഷൻ ആൻഡ് ഡാമ്പിംഗ് എലമെന്റ്സ് ഓഫൺ കോൾഡ് വൈബ്രേഷൻ ഐസൊലേറ്റേഴ്സ്. അപ്പോൾ ഐസൊലേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു നമ്മളുടെ ഇതിനെ കുറക്കുക എന്നുള്ള, വൈബ്രേഷനെ കുറക്കുക എന്നുള്ളത് ആ ഒരു ടെക്നിക്ക്. or by adding what is called an inertia block, a large mass, usually a block of cast concrete directly attached to the machine. ഒരു ഇനേർഷ്യ ബ്ലോക്ക്, അതായത് ഒരു ഹെവി ഫോഴ്സിനെ ഒരു വലിയൊരു മാസ് ഓഫ് ബ്ലോക്ക് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ്റെ ഫ്രീക്വൻസിയൊക്കെ കുറക്കുന്ന ഒരു ടെക്നിക്ക്. അതാണ് ഇനേർഷ്യ ബ്ലോക്ക് വെച്ചിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് സീസ്മിക് മാസ് വെച്ചിട്ട്. Another option is to add an additional level of mass, sometimes called a seismic mass, such as block of
കാസ്റ്റ് കോൺക്രീറ്റ് ആൻഡ് സസ്പെൻഷൻ. അപ്പോൾ സീസ്മിക് ഒന്നല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് ഇനേർഷ്യ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സീസ്മിക് ബ്ലോക്ക് ആയിട്ട് നമുക്ക് സ്പ്രിങ്സിനെ അതിൻ്റെ താഴെയും മുകളിലുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വൈബ്രേഷനെ മാക്സിമം കുറക്കാനായിട്ട് സാധിക്കും. അപ്പം എന്തിനാണ് നമുക്ക് വൈബ്രേഷനെ കുറക്കേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കൃത്യമായിട്ട് വൈബ്രേഷൻ മൂലം ഒരുപാട് ഫാറ്റിക് ഫെയിലിയറും അതുപോലുള്ള റെസൊണൻസ് കൊളാപ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ ആക്യുറസിയെ അത് ബാധിക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെയും മെഷീനിങ്ങിൻ്റെയും ഒക്കെ ആക്യുറസിയെ അത് മാനുഫാക്ചറിങ് പ്രോസസ്സിലൊക്കെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വൈബ്രേഷനെ നമുക്ക് മാക്സിമം കുറയ്ക്കേണ്ട ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് ഉള്ള പാസീവ് മെത്തേഡിലെ വൈബ്രേഷൻ ഐസൊലേഷൻ ടെക്നിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് വൈബ്രേഷൻ അബ്സോർബേഴ്സ് ഉണ്ട്. ഓക്കെ, ടൈം ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ നിങ്ങളെല്ലാവരും നോക്കുക. ഞാൻ ഈ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നേക്കാം.